അങ്ങനെ കാത്തിരുന്ന ആ ദിവസം ഇങ്ങ് വന്നെത്തി. ഗുരുവായൂർ അമ്പല ദർശനം. ഇത്രയും വൈകിയതല്ലേ, എന്നാൽ കുറച്ചു നേരം കൂടി നീ ക്ഷമിക്കുന്നായിരുന്നു ഭഗവാന്റെ തീരുമാനം. രാവിലെ 10:30 ക്യൂ നിന്നിട്ട് ദർശനം കിട്ടിയത് വൈകുന്നേരം 4:30. ആ ക്ഷീണമൊക്കെ മാറിയത് പിന്നെ ഭഗവാനെ കണ്ടപ്പോഴാണ്. അത് കഴിഞ്ഞ് നേരെ ഫുഡ് കഴിക്കാനായിരുന്നു നമ്മൾ പോയത്. അവിടെ കിഴക്കേ നടയിൽ തന്നെ വരുന്ന ഹരേ ലക്ഷ്മിയിലായിരുന്നു ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നത്. ഫുഡാണെങ്കിലും ആംബിയൻസ് ആണെങ്കിലും പ്രൈസ് ആണെങ്കിലും എല്ലാം വേർത്തി ആയിരുന്നു. ചായയൊക്കെ ഒരു പ്രത്യേകതരം ടേസ്റ്റ് ആയിരുന്നു. അത്രയും വിശന്നിരുന്നുകൊണ്ടാണോ എന്നറിയില്ല, എല്ലാ ഫുഡും നല്ല ടേസ്റ്റായിട്ട് തന്നെ തോന്നി. പിന്നെ ഒരുപാട് നാളായിട്ട് ഗുരുവായൂർ പോകുമ്പോൾ വിചാരിക്കുന്നുണ്ട് പ്രിയങ്കയിൽ കയറണമെന്ന്. എന്നാൽ ഇന്നായിരുന്നു അതിൻ്റെ ഭാഗ്യം ഉണ്ടായത്. ഇവിടുത്തെ കോൾഡ് കോഫി കുടിക്കാനാണ് എന്നും വന്ന് നിൽക്കുന്നത്. പക്ഷേങ്കിൽ ഒരു തവണ പോലും കോൾഡ് കോഫി കിട്ടിയില്ല. ഇത്തവണയും നമുക്ക് അതിന് പകരം കോൾഡ് ചോക്ലേറ്റ് ആയിരുന്നു കിട്ടിയത്. ബട്ട് ബാക്കിയുള്ള കഫേയൊക്കെ വെല്ലുന്ന ടേസ്റ്റ് ആയിരുന്നു ഈ ഒരു കോൾഡ് ചോക്ലേറ്റിന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് അലുവയൊക്കെ മേടിച്ച് രാത്രി ഒന്നും കൂടി നമ്മൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ പോയി. രാവിലെ കാണുന്നതിനെക്കാട്ടിലും രാത്രി കാണാനായിട്ടൊരു ഭയങ്കര പ്രത്യേകത തന്നെ ഉണ്ടായിരുന്നു. കിഴക്കേ നടയിൽ തന്നെയുള്ള അരുളകത്തിലായിരുന്നു ഞാൻ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ ദേ ഈ ഒരു പഴയതരം ലിഫ്റ്റൊക്കെ കാണാൻ പറ്റി. ആൻഡ് ഓവറോൾ ആംബിയൻസ് നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ ഇനി അടുത്ത ഗുരുവായൂരപ്പനെ കാണാൻ വരുന്നത് വരെ ഇതെല്ലാം ഓർത്തിരിക്കാം.